നമസ്കാരം. 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എത്രയും പെട്ടെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ കാലത്ത് ക്രെഡിറ്റ് കാർഡ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നാണ് അടുത്ത ആഗ്രഹം. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് ഒരു കടം കുറച്ച് എമൗണ്ട് അതിനകത്ത് ലോഡ് ചെയ്ത് തരും, 1,50,000 ഒക്കെ. അത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. 45 ദിവസം കൊണ്ട് നമ്മൾ തിരിച്ചടക്കണം, ഇല്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ പൈസ അല്ല, ബാങ്കിൻ്റെ പൈസയാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്, ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിയാൽ പിന്നെ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് കിട്ടും. പലർക്കും 10, 20, 30, 40 ഒക്കെ ക്രെഡിറ്റ് കാർഡുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. മിനിമം 2, 3 ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും. ഒരു ക്രെഡിറ്റ് കാർഡെങ്കിലും ഇല്ലാത്ത ആൾക്കാർ ആരും തന്നെ ഉണ്ടാവില്ല. അതില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ട്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറച്ച് ക്രെഡിറ്റ് കാർഡ് കമ്പനിയുടെ പേര് പറയാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് കാർഡ് എടുത്തോളാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതല്ല, ഈ ക്രെഡിറ്റ് കാർഡിനെ നമുക്ക് വെച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ലോൺ എടുക്കാനുള്ള സംവിധാനം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ രീതിയിൽ ലോൺ എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ സാഹചര്യവും എടുത്ത ഫിനാൻസ് സ്ഥാപനങ്ങൾ കണ്ടെത്തിയിട്ട് എല്ലാവർക്കും ലോൺ കൊടുക്കുകയാണ്. ഇവരുടെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ വന്നാൽ വെറുതെ കൊടുത്താൽ പോരെ എന്നൊക്കെ നമുക്ക് പലപ്പോഴും ചിന്ത വരും. പക്ഷേ ഒരിക്കലും അങ്ങനെ സാധിക്കില്ലല്ലോ. ഭൂരിഭാഗം പേര് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങിക്കാനും ഓഫ്ലൈനിലൂടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം, പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ കാർഡുകൾ അധികം ഉപയോഗിക്കുന്നത്. കുറച്ചെങ്കിലും ആൾക്കാർ ഇത് വെച്ച് ATM-ലൂടെ ക്യാഷ് വിഡ്രോ ചെയ്യും. പക്ഷെ നല്ല രീതിയിൽ ചാർജ് പോകും. ചില സമയങ്ങളിൽ എൻ്റെ 200 രൂപ 300 രൂപയൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് അലൗഡ് അല്ല. ഈ പറഞ്ഞ ക്യാഷ് വിഡ്രോയിൽ ഇന്ന് പല ക്രെഡിറ്റ് കാർഡുകളൊക്കെ അലൗഡും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ലോൺ എടുക്കുന്നത് നല്ലൊരു മാർഗ്ഗമാണ്. എന്താണെന്ന് വെച്ചാൽ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കട്ടായി പോവില്ല. ലിമിറ്റ് അവിടെ തന്നെ കിടക്കും. നമുക്ക് ആ ക്രെഡിറ്റ് കാർഡ് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അൺസെക്യൂർഡ് ലോണാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തിക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വ്യക്തിയായിരിക്കും ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക. അവൻ്റെ സിബിൽ റിപ്പോർട്ടും ക്രെഡിറ്റ് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ടാണ് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക. അവന് ലോൺ കൊടുക്കുന്നതിൽ വേറെ പ്രശ്നമോ കാര്യങ്ങളില്ല. ശരിക്കും ഇതൊരു അൺസെക്യൂർഡ് ലോണാണ്. നമുക്ക് ഡോക്യുമെൻറ്റോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഒരുപാട് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും 2 ബാങ്കുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. അണ്ടർസ്റ്റാൻഡിങ് ലോൺസ് എഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എ ലോൺ എഗെയിൻസ്റ്റ് എ ക്രെഡിറ്റ് കാർഡ് ഈസ് അൺസെക്യൂർഡ്, അലോയിങ് കാർഡ് ഹോൾഡേഴ്സ് ടു ബോറോ മണി എഗെയിൻസ്റ്റ് ദെയർ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ്. അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് അത്ര മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതാണ് അതിനകത്ത് പറയുന്നത്. ഹൗ ടു അപ്ലൈ ഫോർ ലോൺ എഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ്. സ്റ്റെപ്പ് നമ്പർ 1, എലിജിബിലിറ്റി ചെക്ക് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 2, കോൺടാക്ട് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂർ. സ്റ്റെപ്പ് നമ്പർ 3, കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ. സ്റ്റെപ്പ് നമ്പർ 4, സബ്മിറ്റ് ഡോക്യുമെന്റ്സ്. സ്റ്റെപ്പ് നമ്പർ 5, വെയിറ്റ് ഫോർ അപ്രൂവൽ. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ 2 കമ്പനികളെ ജസ്റ്റ് കാണിച്ചു തരാം. ഒന്ന് HDFC ബാങ്കാണ്. HDFCൻ്റെ ക്രെഡിറ്റ് കാർഡുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതിൽ ലോൺ ഓൺ ക്രെഡിറ്റ് കാർഡ്, ഗെറ്റ് ഇൻസ്റ്റൻറ്റ് ലോൺ എഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എമംഗ് ദ ലോവസ്റ്റ് മാർക്കറ്റ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെക്ക് ദ കസ്റ്റമൈസ്ഡ് EMI, ചൂസ് ടെന്നർ 12 to 16 months. 60 മാസം വരെ നമുക്ക് കാലാവധി കാര്യങ്ങളൊക്കെ കിട്ടും ലോൺ അടക്കാൻ. അങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. റീപേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സിങ്, ക്വിക്ക് ഡിസ്ബഴ്സ്മെൻറ്റ്, ലോൺ പ്രീ അപ്രൂവ്ഡ് ആണ്. അപ്പോൾ പെട്ടെന്ന് ഡിസ്ബഴ്സ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. HDFCയുടെ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ വിത്തിൻ സെക്കൻഡിനുള്ളിൽ ക്രെഡിറ്റ് ആവും. പ്രീ ക്ലോഷർ, ഫോർക്ലോഷർ ചാർജ് കാര്യങ്ങളൊന്നും ചാർജ് ഉണ്ട്. അത് നോമിനൽ ഫീ ആണ് കൊടുത്തിട്ടുണ്ട്. ഹൗ ടു അപ്ലൈ, അത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റി ഡിജിറ്റൽ പോർട്ടൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ബാങ്കിലേക്ക് സ്വിച്ച് ചെയ്യാം. അടുത്ത ബാങ്കാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മറ്റൊരു ബാങ്ക്, ICC ബാങ്ക്. ICC ബാങ്കിനും ഈ ഒരു പേഴ്സണൽ ലോൺ ഓൺ ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ ആണ്. പേഴ്സണൽ ലോൺ ഓൺ ക്രെഡിറ്റ് കാർഡ് സർവീസ് ത്രൂ ദ ICC ബാങ്ക് പ്രൊവൈഡ് ലോൺ ടു സെലക്ട് ICC ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. ICC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ HDFCൻ്റെ അതിന് മാത്രമേ കിട്ടുള്ളൂ. ഗെറ്റ് ഇൻസ്റ്റൻറ്റ് അപ്രൂവൽ എന്ന് പറഞ്ഞുള്ള ബട്ടൺ എടുത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 14.99% മുതൽ 15.99% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. 60 മാസം വരെ കാലാവധി ഉണ്ട്. മിനിമം ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. പേഴ്സണൽ ലോൺ എമൗണ്ട് അപ് ടു 20 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും. എ ഗുഡ് പേയ്മെൻറ്റ് ഹിസ്റ്ററി ആൻഡ് ട്രാൻസാക്ഷൻ പാറ്റേൺ, എ ഗുഡ് ട്രാക്ക് റെക്കോർഡ് വിത്ത് റെസ്പെക്ട് ടു യുവർ ക്രെഡിറ്റ് കാർഡ് സ്പെൻസ്. അപ്പോൾ യു ഷുഡ് ഹാവ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ നമുക്ക് ഫണ്ട് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ക്രെഡിറ്റ് കാർഡൊക്കെ ഇവിടെ ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. HDFCന്നും ക്രെഡിറ്റ് കാർഡ് എടുക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോൺ എഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ് നല്ലൊരു ഫീച്ചറാണ്. ക്രെഡിറ്റ് കാർഡ് ഉള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇതുവഴിയും നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും. എല്ലാ തരത്തിലും ലോൺ എടുക്കാൻ പറ്റും. ലോണ് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായ ഒരു കാര്യമല്ല. ലോൺ ഇല്ലാതെ ഇപ്പോൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ലോൺ ഇല്ലാതെ ജീവിക്കലാണ് ബുദ്ധിമുട്ട്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും. ഇതൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അതൊരു സഹായമായിട്ട് മാറി തന്നെ ചെയ്യും. ഇതുപോലെയുള്ള ഇൻഫർമേഷനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.